5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ചാപ്റ്റർ 1 ഒറ്റയൊരു ജീവിയും. ഇതിൽ PSC പരീക്ഷകൾക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ആദ്യം തന്നെ പറയുന്നത് എന്താണ് ആഹാര ശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാ ജാലം. കരയിലേതുപോലെ തന്നെ കടലിലും ആഹാര ശൃംഖലാ ജാലങ്ങളുണ്ട്. പല ജീവികൾ കടലിലുണ്ട്. സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമ. പിന്നെ കടലിലുള്ള ഉൽപ്പാദകരാണ് അല്ലെങ്കിൽ സസ്യങ്ങളാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സ്രാവിൻ്റെ ആഹാരമാണ് കണവ, മീനുകൾ, കടലാമ. മത്തിയുടേത് ചെറുമീനുകൾ, പ്ലവകങ്ങൾ. കടലാമയുടെ സസ്യഭാഗങ്ങളും മീനുകൾ, ചെറുമീനുകളുടേത് പ്ലവകങ്ങൾ. എന്താണ് ഈ പ്ലവകങ്ങൾ? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണിവ. എപ്പോഴും ഉൽപ്പാദകർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സസ്യങ്ങളായിരിക്കും. കരയിൽ സസ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സമുദ്രത്തിലും സസ്യങ്ങളുണ്ട്. അവയാണ് ഈ പ്ലവകങ്ങൾ. അടുത്തതായി നിലനിൽപ്പിനായി. ഇപ്പോൾ ഒരു ആവാസ വ്യവസ്ഥ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവാസ വ്യവസ്ഥയിൽ ജീവനുള്ള ജീവികളും കാണും, ജീവനില്ലാത്ത ഘടകങ്ങളും കാണും. ജീവനില്ലാത്ത ഘടകങ്ങളെ അജൈവിക ഘടകങ്ങളെന്നും ജീവനുള്ള ഘടകങ്ങളെ ജൈവിക ഘടകങ്ങളെന്നും പറയുന്നു. അജൈവിക ഘടകങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? സൂര്യപ്രകാശം, വായു, ജലം, മണ്ണ്, കല്ല്. ഇതൊക്കെ അജൈവിക ഘടകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ജൈവിക ഘടകങ്ങളോ? ജീവികളും സസ്യങ്ങളൊക്കെ ജൈവിക ഘടകങ്ങളാണ്. ഫംഗസുകൾ, ഇതൊക്കെ ജൈവിക ഘടകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒരു ആഹാര ശൃംഖല എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജൈവിക ഘടകങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ അജൈവിക ഘടകങ്ങൾ എന്തായാലും വേണം. അപ്പോൾ ജൈവിക ഘടകങ്ങൾ നിലനിൽക്കണമെങ്കിൽ അജൈവിക ഘടകങ്ങൾ ആവശ്യമുണ്ട്. ഇനി ഒരു ആവാസം എന്താണെന്ന് നോക്കാം. എക്സാമ്പിൾ, ഒരു വയൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിന് പുറമെ അവിടെ ഞണ്ടുകൾ കാണാം, ചെറിയ ജീവികൾ കാണാം, ഞവണിക്ക കാണാം, പാമ്പുകൾ കാണാം, പലതരത്തിലുള്ള വിരകൾ കാണാം. ഇതിൻ്റെയൊക്കെ ഒരു ആവാസ വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ആവാസമാണെന്ത്? വയലെന്ന് പറയുന്നത്. ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. എക്സാമ്പിൾ പറയുന്നുണ്ട്, പുൽമേടുകൾ, മരുഭൂമി, അതുപോലെ തന്നെ മഞ്ഞ്. ഇതൊക്കെ ഓരോ ആവാസത്തിന് എക്സാമ്പിളാണ്. അടുത്ത കൂടിയാലും കുറഞ്ഞാലും. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു ആഹാര ശൃംഖല എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ കടുവയാണ് ഏറ്റവും അവസാനത്തെ കണ്ണി. കടുവ ക്രമാതീതമായി കുറഞ്ഞു എന്ന് വിചാരിക്കുക. അതിന് പകരം അതിൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ജീവികൾ വളരെ കുറവാണ്. അതേസമയം ഈ ആഹാര ശൃംഖലയിലെ ഇടയിലത്തെ ജീവികളാണ് കുറയുന്നതെങ്കിൽ അതിന് പകരം ധർമ്മങ്ങൾ നിർവഹിക്കാൻ ഒരുപാട് ജീവികളുണ്ടാവും. പക്ഷേ ആഹാര ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ കടുവ പോലുള്ള ജീവികളുടെ എണ്ണം കുറഞ്ഞാൽ അതിന് പകരം അവയുടെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ മറ്റു ജീവികളുടെ എണ്ണം കുറവാണ്. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരാവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും ആഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവികൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റ് ജീവിക വർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെപ്പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികളൊന്നും അധികമില്ല. അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. അടുത്തത് അധിനിവേശക്കാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. പക്ഷെ അതിന്ന് കേരളത്തിൽ സർവ്വസാധാരണമാണ്. ഈ ആഫ്രിക്കൻ മുഷി നാടൻ മത്സ്യങ്ങളാണ് ആഹാരമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അധിനിവേശക്കാരനായ ഈ മുഷി പെട്ടെന്ന് തന്നെ വളർന്നു പെരുകുന്നു.
കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ആഫ്രിക്കൻ മുഷി ക്രമാതീതമായിട്ട് മുഷിയുടെ എണ്ണം കൂടും അല്ലേ? അടുത്തത് ആഹാരബന്ധം. ഇപ്പോൾ ഇവിടെ ഒരു ആഹാര ശൃംഖല ജാലം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒറ്റ ശ്രേണിയിലുള്ള ആഹാരബന്ധത്തെയാണ് എന്തെന്ന് പറയുന്നത്? ആഹാര ശൃംഖല. ഈ ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിനിൽ ഏറ്റവും ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് സസ്യങ്ങളായിരിക്കും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സസ്യങ്ങളെ തിന്നുന്ന പുഴു, പുഴുവിനെ തിന്നുന്ന കോഴി, കോഴിനെ തിന്നുന്ന കുറുക്കൻ, കുറുക്കനെ തിന്നുന്ന കഴുകൻ. ഇതിൽ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും സസ്യങ്ങളായിരിക്കും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന കണ്ണിയിൽ അവസാനത്തെ കണ്ണി കഴുകനാണ്. സസ്യങ്ങളിൽ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത്? കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ്, എവിടെ വെച്ച്? ഹരിതകത്തിൽ വെച്ചിട്ടാണ് പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്. അതിനുള്ള ഊർജ്ജം ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇലകളിലെ ഹരിതകമാണ് ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് ഓക്സിജനും ലഭിക്കുന്നു. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണ്. സൂര്യപ്രകാശങ്ങൾ സസ്യങ്ങളുടെ ഇലകളിൽ ചെന്ന് പതിക്കുമ്പോഴാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ആന്തോസയാനിൻ. ഓറഞ്ച് നിറമാണെങ്കിൽ കരോട്ടിൻ, മഞ്ഞയാണെങ്കിൽ സാന്തോഫില്ല്. അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്. സെക്കൻഡായിട്ടുള്ളത് ഓക്സിജൻ, പിന്നെ ആർഗൺ, കാർബൺ ഡയോക്സൈഡ്, ഇങ്ങനെയാണ് പോകുന്നത്. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അതിനായി ഇലകളിൽ ചെറിയ സുഷിരങ്ങളുണ്ട്. അതിനെന്തു പറയും? സ്റ്റൊമാറ്റ എന്നാണ് ആ സുഷിരങ്ങളെ പറയുന്നത്. ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. സസ്യങ്ങളിലും ശ്വസനം നടക്കുമ്പോൾ പുറന്തള്ളുന്നത് ഏത് തന്നെയാണ്? കാർബൺ ഡയോക്സൈഡാണ്. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഈ കാർബൺ ഡയോക്സൈഡും അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡും കൂടി അവ എടുത്തിട്ടാണ് ബൈ പ്രൊഡക്റ്റായിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത്. ആതിഥേയനും അതിഥികളും. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ചു വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് മരവാഴ, ഓർക്കിഡ് എന്നിവ. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നു. അടുത്തൊരു ടൈപ്പ് ഉണ്ട്, പരാദ സസ്യങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണ പരാദങ്ങൾ, ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയും. എക്സാമ്പിളാണ് മൂടില്ലാത്താളി. ഈ മൂടില്ലാത്താളി എന്താണ് ചെയ്യുന്നത്? ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളുണ്ട് ഇവയ്ക്ക്. അതുകൊണ്ട് തന്നെ ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ സസ്യങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങ് നശിപ്പിച്ച് കളയും. ആതിഥേയ സസ്യത്തിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുന്ന ടൈപ്പ് സസ്യങ്ങളാണ് പൂർണ്ണ പരാദങ്ങൾ. ഇതോടുകൂടി ബേസിക് സയൻസിലെ ചാപ്റ്റർ 1 അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.